ഞാൻ പറഞ്ഞല്ലോ ആന്റി, എന്റെ അനുജന് ഈ അപകടം പറ്റിയതിന് പിന്നില് ഇവളാണെന്ന് എനിക്ക് ഉറപ്പാ. അത് ഞാൻ നിയമപരമായി തെളിയിക്കും. അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും ഈ രാക്ഷസിയുടെ തനി സ്വരൂപം ബോധ്യാവും. നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. അമ്മ എന്തിനാ ഇവളെ പേടിക്കുന്നത്? ആദർശ് ഇവളുടെ പേര് പറഞ്ഞത് ഇവളോടുള്ള സ്നേഹം കൊണ്ടാവില്ല. ഇവള് കാരണമാണ് ഈ അപകടം ഉണ്ടായതെന്ന് പറയാൻ ശ്രമിച്ചതായിരിക്കും. അത് മനസ്സിലാവാതെ ഓടിപ്പോയി ഇവളെ കൂട്ടിക്കൊണ്ടുവന്ന അമ്മയെ പറഞ്ഞ മതിയല്ലോ. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ചേച്ചി എന്നെ ഒരു ശത്രുവായിട്ടാ കാണുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നും സ്നേഹത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. പിന്നെ എന്തിനു വേണ്ടിയാ ഈ ദേഷ്യം? ഇപ്പൊ ഞാനും ചേച്ചിയും അല്ലെങ്കിൽ ഞാനും ആദർശേനുമായിട്ട് നിയമപരമായി ഒരു ബന്ധവുമില്ല. എന്നിട്ടും എന്തിനാ എന്നോട് ഈ വൈരാഗ്യം സൂക്ഷിക്കുന്നേ? അതിന്റെ കാരണം നീ തന്നെയാ. നിന്റെ ഈ ആളുകളെ പറ്റിക്കുന്ന സ്വഭാവം. കുറെ നാള് പാവം കളിച്ച് നീ ആദർശിനെ പറ്റിച്ചില്ലേ? അതിനധികം ആയുസ് ഉണ്ടായില്ലല്ലോ. ആദർശിന് നിന്റെ യഥാർത്ഥ മുഖം മനസ്സിലായി. നിന്നെ അവന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി. അതുപോലെ അമ്മ ആന്റി നിന്നെ തിരിച്ചറിയും. അന്ന് ഇവര് തന്നെ നിന്നെ ആട്ടി ഓടിക്കും. ഞാൻ പോവാ ആന്റി. ഞാനിവിടെ നിൽക്കുന്നത് വെറുതെ പ്രശ്നങ്ങളുണ്ടാവും. അയ്യോ മോളെ, നീ പോകരുത്. വിവരമില്ലാതെ ഇവിടെ എന്തെങ്കിലും വിളിച്ചു പറയുന്നതിന് ആ വില കൊടുത്താ മതി. മോളെ, ഇവിടെ നിൽക്കേണ്ടത് നീയാ. ആദർശിനെ ഓർത്തെങ്കിലും മോള് പോകരുത്. ഓഹോ, അപ്പൊ എന്നെക്കാൾ വലുതാണോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വലിഞ്ഞു കയറി വന്നവള്? അതെ, എന്താ സംശയം? എനിക്കെന്റെ മകന്റെ ജീവനാ വലുത്. അവനിപ്പോ കാണാൻ ആഗ്രഹിക്കുന്ന മീരയാ. അതുകൊണ്ട് മീര തന്നെയാണ് ഇവിടെ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. നിക്കണ്ട, നീ ഒന്ന് പോയി തരാവോ? നീ ഒരുത്തി കാരണമാ ആദർശിന്റെ ജീവിതം നശിച്ചത്. വിവാഹം കഴിച്ചു വിട്ടാൽ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. അതിന് പകരം ആ വീട്ടുകാരെ ദ്രോഹിച്ചിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു. എന്ന മര്യാദയ്ക്ക് നിൽക്കോ? അതും ചെയ്യുന്നില്ല. അമ്മേ, നീ മിണ്ടിപ്പോകരുത്. ഈ നിമിഷം ഇവിടുന്ന് പോണം. അമ്മേ, ഞാൻ ഇറങ്ങി പോടി. മോളകത്തേക്ക് ചെല്ല്. ഇതാ സിസ്റ്ററെ മീര. വരൂ. ഭഗവാനെ, കൃഷ്ണ, ആദർശനെ രക്ഷിക്കണേ. വിഘ്നേഷേട്ടാ, നിങ്ങൾ എന്തിനാ എന്നെ തനിച്ചാക്കി പോയത്? തനിച്ചാക്കി പോയെന്നോ? തനിച്ചായത് ഞാനല്ലേ. തനിക്ക് ചുറ്റും അമ്മയും ആങ്ങളെയും സ്വന്തം ബന്ധങ്ങളും എല്ലാം ഉണ്ടായിരുന്നല്ലോ. തനിക്ക് വേണ്ടി എല്ലാവരും അകറ്റി നിർത്തി തന്റെ വീട്ടിൽ വന്ന് താമസിച്ച ഞാനല്ലേ അനാഥനായത്. അങ്ങനെയല്ല, എനിക്ക് ആരുമില്ല. അമ്മ എന്നെ ആ മീരയ്ക്ക് വേണ്ടി ഇറക്കി വിട്ടു. ഞാനിപ്പോ തനിച്ച. ഇതിങ്ങനെ വരുമെന്ന് എനിക്കറിയായിരുന്നു.
ഇനി മീരയെ ആദർശിനെ അകറ്റിയെന്നും പറഞ്ഞ് ആദർശം തന്നെ കുറ്റപ്പെടുത്തും. എല്ലാവരുടെ മുന്നില് താനാവും കുറ്റക്കാരി. ശരിയാ, വിഘ്നേശ്വരൻ പറയുന്നത് ശരിയാ. എല്ലാവരും അവരവരുടെ സൗകര്യത്തിന് ഓരോന്നും മാറ്റി പറഞ്ഞ് സ്വന്തം ഭാഗം സേഫ് ആക്കും. ഞാനിനിയിപ്പോ എന്ത് ചെയ്യും? അത് താൻ തന്നെയാ തീരുമാനിക്കേണ്ടത്. സത്യത്തില് തനിക്ക് ഈ അവസ്ഥ വരാൻ കാരണം താൻ തന്നെയാ. മീരയെ ആദർശിനെ അകറ്റി ആദർശിനെ ഈ അവസ്ഥയിലാക്കിയതിന്റെ കാരണവും താൻ തന്നെ ലഭി. ഞാനോ? ആദർശന് ആക്സിഡന്റ് പറ്റിയതിന് ഞാൻ എങ്ങനെ കാരണമാവും? മീരയാണ് ആദർശിന്റെ ശക്തി. മീരയും ആദർശവും ആകുന്നതോടെ ആ ശക്തിയും ഐശ്വര്യവും ആദർശിന് നഷ്ടമായി. അതുകൊണ്ട് തന്നെയാ ആദർശിന് ഈ അവസ്ഥ വന്നതെന്നാണ് ഞാൻ ഉൾപ്പെടെ പലരും വിശ്വസിക്കുന്നത്. സ്വയം വലിയ ആളെ സങ്കല്പിച്ച് അഹങ്കരിക്കുമ്പോൾ നമ്മൾ മനുഷ്യര് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഒരു പനിയോ അപകടമോ വന്നാ തീരുന്ന അഹങ്കാരമേ മനുഷ്യനുള്ളൂ എന്ന്. ഇപ്പൊ കണ്ടില്ലേ, മീരയെ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ആദർശിന് വേണ്ടി തന്റെ അമ്മ അവിടെ ചെന്ന് മീരയെ കൂട്ടിക്കൊണ്ടുവന്നു. എനിക്കിതൊന്നും അറിയണ്ട. എന്നെ അപമാനിച്ച് ഇറക്കി വിട്ട ആരെക്കുറിച്ച് എനിക്ക് കേൾക്കാനും താല്പര്യമില്ല. താൻ ഇപ്പൊ ചിന്തിക്കുന്നതും തെറ്റാണ് അബി. ഇനിയെങ്കിലും സ്വയം തിരുത്തിയില്ലെങ്കിൽ താൻ വിഷമിക്കേണ്ടി വരും. ഞാൻ എന്ത് വേണമെന്ന് വിഘ്നേശ്വരൻ പറയുന്നത്? എനിക്ക് വലുത് എന്റെ ഭർത്താവാ. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കാം. നമ്മൾ തമ്മിൽ ഇനി അങ്ങനെ ഒരു ബന്ധം തുടരണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്താ പറഞ്ഞേ? അതെ അബി, താൻ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാ. ഇത്രയും വർഷം ഞാൻ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും മറച്ചു വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. ഇനി അതിൻ്റെ ആവശ്യമില്ല. ആദർശ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ ഉടനെ നമുക്ക് മ്യൂച്വൽ ഡിവോഴ്സ് ഫയൽ ചെയ്യണം. എന്താ പറഞ്ഞത്? പിരിയാനോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്തിനാ എതിർക്കുന്നത്? പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടായ പിരിയണമെന്നല്ലേ താനും തന്റെ ആങ്ങളെയും പറയുന്നത്. മീരയുടെയും ആദർശിന്റെയും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് എന്നോട് വാശി കാണിക്കരുത്. എനിക്ക് എന്റെ ഭർത്താവിനെ വേണം. നിങ്ങളില്ലാതെ എന്റെ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയാം. വിഘ്നേശ്വരൻ പറയുന്നത് പോലെ ജീവിക്കാം. എന്നെ ഉപേക്ഷിക്കരുത് പ്ലീസ്. എന്നെ കൂടി കൊണ്ടുപോണം. ദേവലോകം വീടിന്റെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ സാഹചര്യത്തിൽ ജീവിക്കാൻ തനിക്ക് സാധിക്കുമോ? വിഘ്നേശ്വരൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും കഴിഞ്ഞോളാം. വിഘ്നേശ്വരൻ ഇറങ്ങിപ്പോയതിൽ പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. മറ്റാരോടും പറഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സിൽ ഞാൻ ഉരുകുകയായിരുന്നു. അപ്പൊ താൻ മീരയെ കുറിച്ച് ഓർത്തു നോക്കിയേ. താനും കൂടി ചേർന്ന് ആദർശിനെ പിരികേറ്റി മീരെ ഡിവോഴ്സ് ചെയ്യിച്ചപ്പോ ആ കുട്ടി എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അത് എനിക്കൊരുപാട് തെറ്റുകൾ പറ്റി. എല്ലാത്തിനും കാരണം എനിക്ക് മീരയോട് തോന്നിയ അസൂയയാ. പക്ഷെ അവൾക്ക് എന്റെ വീട്ടിലുള്ള സ്ഥാനം ആര് വിചാരിച്ചാലും കളയാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ വീട്ടുകാർക്ക് എന്നേക്കാൾ വലുത് ഇപ്പോഴും മീര തന്നെയാ. അത് തന്റെ തെറ്റിദ്ധാരണയാ. ആർക്കും ആരുടെയും പകരമാകാൻ പറ്റില്ല. മീരയ്ക്ക് മീരയുടെ സ്ഥാനവും തനിക്ക് തന്റെ സ്ഥാനവും എന്നും ഉണ്ടാവും. അത് തിരിച്ചറിയേണ്ടത് താനാണ് അബി. എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് നല്ലൊരു ഭാര്യയും എന്റെ അച്ഛനമ്മമാർക്ക് നല്ലൊരു മരുമകളും നമ്മുടെ മക്കൾക്ക് നല്ലൊരു അമ്മയുമാകാൻ നിനക്ക് സാധിക്കുമെങ്കിൽ താൻ എൻ്റെ കൂടെ പോര്. ഞാൻ വരാം. ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എങ്കിൽ വാ.
എവിടെ എങ്ങനെയൊക്കെ കൊണ്ട് നിർത്തുമെന്ന് ഒരിക്കലും അറിയാൻ കഴിയില്ല. ഒന്നിൻ്റെ പേരിലും അഹങ്കരിക്കാൻ നമുക്കാർക്കും ഒരു അവകാശവും ഇല്ലെന്ന് ഓരോ ദിവസവും ഈശ്വരൻ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. അത് സത്യമാണ് ഹരി. ആദർശന് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് നമ്മളാരും ചിന്തിച്ചതുപോലും അല്ലല്ലോ. എല്ലാം അവസാനിപ്പിച്ച് പിരിഞ്ഞതിന് ശേഷവും മീര തന്നെ ആദർശന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വന്നില്ലേ? എല്ലാം വിധിയാണ്. ഡിവോഴ്സ് വേണമെന്ന് വാശി പിടിച്ചത് ആദർശ. ഒന്നിനും ഒരു എതിർപ്പും പറയാതെ മീരയെല്ലാം സൈൻ ചെയ്തു കൊടുത്തു. എല്ലാം അവസാനിപ്പിച്ചും കഴിഞ്ഞു. ഒരവസ്ഥ വന്നപ്പോൾ അവർക്ക് മീരയെ തേടി വരേണ്ടി വന്നു. മാധവിമാട വന്ന് വിളിച്ചപ്പോൾ ബീന ഉടക്കാൻ തുടങ്ങിയതാ. അതിൽ ബീനയെ തെറ്റു പറയാൻ പറ്റില്ല. ബീനയുടെ സ്ഥാനത്ത് ധന്യാണെങ്കിലും ഇങ്ങനെയൊക്കെ പെരുമാറും. അതെ, എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ ഒന്നും അല്ലാതാക്കി കഴിഞ്ഞിട്ടും അവർക്കൊരു ആവശ്യം വന്നപ്പോൾ അവർ വീട്ടിൽ വന്ന് വിളിച്ചത് കണ്ടോ? എല്ലാ മനുഷ്യരും സ്വാർത്ഥരാ. അവർക്ക് അവരുടെ കാര്യം വരുമ്പോൾ അതുവരെ ചെയ്തു വെച്ചതെല്ലാം സൗകര്യപൂർവ്വം മറക്കും. ആദർശന് ഇങ്ങനൊരു അവസ്ഥയായതുകൊണ്ട് മാത്രമാണ് ഞാൻ മീരയെ തടയാതിരുന്നത്. മനസ്സാക്ഷി ഇല്ലാതെ പെരുമാറാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. അതെ, ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടായിരിക്കും മീരയും വന്നത്. മനുഷ്യരായിട്ടുണ്ടാക്കിയ ബന്ധങ്ങളാണെങ്കിലും അത് പേപ്പറുകളിൽ ഒപ്പിട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും വിട്ടുപിരിയാൻ പറ്റാത്ത പല ചരടുകളും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അതെ, അതുകൊണ്ട് തന്നെ ബോധമില്ലാതെ ഒന്ന് തിരിച്ചറിയാൻ പറ്റാതെ കിടന്ന അവസ്ഥയിലും ആദർശന് മീരയുടെ പേര് മാത്രം വിളിക്കാനും പറയാനും സാധിച്ചത്. ചില ബന്ധങ്ങൾ ഈശ്വരൻ ചേർത്ത് വെക്കുന്നതാ. അത് അവസാനിപ്പിക്കാൻ മനുഷ്യനെ കൊണ്ടാവില്ല. ഭഗവാനെ കൃഷ്ണ, ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നീ എന്നെ രക്ഷിച്ചിരിക്കുന്നു. ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്ഭുതങ്ങൾ നടത്തിയിരിക്കുന്നു. ആദർശനിപ്പോ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുക. ആദർശനെ രക്ഷിക്കണേ. എന്റെ പ്രാർത്ഥന കേൾക്കണേ ഭഗവാനെ. ആദർശേട്ടാ, 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 ആദർശേട്ടാ.
ഇതൊരു പുതിയ തുടക്കമാ. മനസ്സിലെ അഴുക്കുകളെല്ലാം അനുഭവങ്ങളുടെ കുത്തൊഴുക്കിൽ പോയി മറഞ്ഞു. ഇനി തെളിഞ്ഞ മനസ്സോടെ സന്തോഷമുള്ളൊരു ജീവിതം തുടങ്ങുക. ഈ വെളിച്ചവുമായി വലതുകാല് വെച്ച് മോള് കയറിക്കോളൂ. എല്ലാവർക്കും ഈശ്വരൻ നന്മ വരുത്തട്ടെ. ചെല്ല്. വാങ്ങിച്ചോളൂ മോളെ.